ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ മധുരൈ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വെയിറ്റിംഗ് റൂമിൽ നിന്ന് റെഡിയൊക്കെ ആയി നമ്മളിനി പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും വലിയ വെയിറ്റിംഗ് റൂമും ഇത്രയും സൗകര്യത്തോടുള്ള വെയിറ്റിംഗ് റൂം കാണുന്നത്. ചാർജ് ചെയ്യാനൊക്കെ എന്തോരം സ്പോട്ടാണെന്നറിയുള്ളത്, അതിനെ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല വെയിലായിരുന്നു പുറത്ത്. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് 2 റോഡ് കാണാമായിരുന്നു, ലെഫ്റ്റിലും റൈറ്റിലും. നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ആസ് എ കോമൺ മാൻ ഗൂഗിൾ മാപ്പിനോട് വഴി ചോദിച്ചു. റൈറ്റിലോട്ട് പോകാൻ പറഞ്ഞു. നമ്മൾ റൈറ്റിലോട്ട് നടക്കുകയാണ്. അപ്പോൾ റോഡിൽ കുറേ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നൊരു ചേട്ടൻ. ആ ചേട്ടൻ എന്നെ കണ്ടപ്പോൾ നോക്കി പിടിപ്പിച്ച് ഞാൻ തിരിഞ്ഞു വേഗം. അപ്പം നമ്മൾ നേരെ നടന്നപ്പോൾ മധുരൈ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. തീ പൊള്ളണ വെയിലാണ് ഇവിടെ ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്പോട്ട് പോലും ഞായറാഴ്ച കടയൊന്നും തുറന്നിട്ടില്ല. എത്ര നേരെയാ നടക്കുന്നു അമ്പലത്തിൽ പോവാൻ. ഞാൻ വെറുതെ പറഞ്ഞല്ല ഗായ്സ്, ഒരൊറ്റ കട തുറന്നിട്ടില്ല. മധുര തന്നെയാണോന്നൊരു ഡൗട്ടായി. ലാസ്റ്റ് നമ്മളൊരു കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന ഒരു അമ്മേനെ കണ്ടപ്പോൾ ആ അമ്മയുടെ ഒരു കരിമ്പ് ജ്യൂസ് മേടിച്ച് കുടിച്ച് വഴിയും ചോദിച്ച് നമ്മളപ്പോൾ നിന്നപ്പോൾ ഒരു ബസ് വന്ന്. ആ ബസ്സിന് നമ്മൾ കൈ കാണിച്ചിട്ടോ. ആ ബസ് നിർത്തിയില്ലാന്നേ. നമ്മൾ എന്നിട്ട് വീണ്ടും നടന്നു. അപ്പോഴാണ് ചക്ക ചൊള്ളോടക്കനെ വിൽക്കുന്നത് കാണുന്നത്. നല്ല ജിലേബി പിന്നെ ഒരു ചായക്കടയുടെ. അപ്പോൾ നമ്മളവിടെ നിർത്തിയേ. ഞാൻ കഴിച്ചത് നല്ല ചൂട് പഞ്ചാബി സമൂസയും ഉഴുന്നോടെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജിഗർദണ്ഡ ഇറാനി ടീൻ്റെ സെക്ഷനിലോട്ട് എത്തിയിട്ട് മധുരൈ വരുമ്പോൾ എല്ലാവരും ഹൈപ്പ് കൊടുത്ത് പറയുന്നതാണ് ഈ ഇറാനി ടീ. എന്ത് ഇറാനി ടീ എന്നറിയാൻ വേണ്ടി നമ്മൾക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിത് ഇറാനി ടീ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തു. ഒരു ഇറാനി ടീക്ക് 17 രൂപയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടി. നമ്മളത് ടേസ്റ്റ് ചെയ്തു. നിധിയൊക്കെ ഇഷ്ടപ്പെട്ടില്ല, എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ജിഗർദണ്ഡ് ട്രൈ ചെയ്തേ. വലിയ ഹൈപ്പൊന്നും കൊടുക്കാണ്ട് മേടിച്ച കേട്ടോ. പക്ഷെ ആ പുഞ്ചിരിയാണ് നമുക്ക് മനസ്സിലായിക്കൂടെ. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. വീഡിയോ ഒരെണ്ണം കൂടി വാങ്ങിയൊന്നുമില്ല. നേരെ നമ്മളൊരു ഓട്ടോ പിടിച്ച് പാലസിലോട്ട് അങ്ങ് പോയത്. ഓട്ടോ എന്ന് ഇറങ്ങിയത് നല്ല വെയിൽ. റിപ്പീറ്റ്. നമ്മൾ എന്നിട്ട് പാലസിൻ്റെ ഫ്രണ്ടിലെത്തി. പാലസിൻ്റെ ഫ്രണ്ടിൽ കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ റിഫ്രഷിന് വേണ്ടിയിട്ട്. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് അഡൽട്ടിന് 10 രൂപയും ചൈൽഡിന് 5 രൂപയായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുന്നു തിരുമലൈ നായ്ക്കർ പാലസ്. ഒരുപാട് തൂണുകളും കൊത്തുപണികളും കുറേ ജനാലകളും അടിപൊളിയായിട്ടുണ്ടല്ലേ. കൊട്ടാരത്തിന് 4/1 ഭാഗം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു പോർഷൻ സ്വർഗവിലാസം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇവിടെ കുറേ മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ നന്നങ്ങാടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ സ്റ്റൈലാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സും ആർക്കിടെക്ചറൊക്കെ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു പ്രശ്നം, ഇതാണ് പ്രശ്നം. കൊട്ടാരം പ്രിസർവ് ചെയ്യാണ്ട് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴും. ഇവിടെ സിംഹാസനം ഉണ്ടായിരുന്ന സ്ഥലത്തൊരു ഡമ്മി സിംഹാസനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 17-ാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം കൺസ്ട്രക്ട് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ ഡച്ച് പോർച്ചുഗീസ് യുദ്ധത്തിലൊക്കെ പെട്ട് കൊട്ടാരം ഒരുപാട് ഡാമേജ് ആയി പിന്നെ റീകൺസ്ട്രക്ട് ചെയ്തതാണ് കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ഡാൻസ് കളിക്കാണ്ട് പോകുന്നൊരു മോശമല്ലേ. അപ്പം ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്ത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരത് കാണണേ. കുറച്ച് നേരം നമ്മൾ അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ തിരുമലൈ നായ്ക്കറിൻ്റെ സ്റ്റാച്ചു കണ്ടത്. പാലസിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ അമ്പലത്തേക്കുള്ളൂ. എന്നാൽ പിന്നെ നടക്കാമെന്നങ്ങ് വിചാരിച്ച്. നടന്നില്ലെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അവിടെ എന്തോ രഥത്തിൻ്റെ ഉത്സവം നടക്കുക. എന്നിട്ട് 2 രഥങ്ങളുണ്ടായിരുന്നേ. ഞാൻ പാലക്കാട് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. പിന്നെ കൂടാത്തത് പുരുഷന്മാർക്ക് മാത്രമായിട്ട് എന്തോ സെലിബ്രേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരു തൊപ്പി വെച്ചിട്ട് അതിൻ്റെ മേലൊരു ഷാള്, നല്ല ഭംഗിയുള്ള ഷാളൊക്കെ ചുറ്റിയിട്ട് ആ ഷാളുടെ മേലേക്ക് എന്തോ മയിൽപ്പീലി പോലത്തെ ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഉത്സവം. എനിക്കറിയില്ല, എനിക്ക് കൗതുകം പോലെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നേരെ നമ്മൾ നടന്നപ്പോൾ അമ്പലം കണ്ടു. ആ കാണുന്നതാണ് നമ്മുടെ അമ്പലം എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗോപുരമാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ഗോപുരത്തിൻ്റെ ഫ്രണ്ടിൽ 2 സൈഡിലായിട്ട് ഇതേപോലെ ആർക്കിടെക്ചറൊക്കെ ഉണ്ടായിരുന്നേ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ കൊത്തുപണികളൊക്കെ കാണാനായിട്ട്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ കടകളുള്ളതുകൊണ്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നേ. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ പുറത്ത് കാണുന്ന പോലെ നല്ല ക്യൂ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് താമരൻ്റെ മാലയൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ മുതൽ ചോറ് മേടിച്ച് തരാറുണ്ട്. ഫുഡ് മേടിച്ചാൽ
ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഫുഡിൻ്റെ കാര്യം അങ്ങ് മറക്കാം. ലേഡീസ് ഷോപ്പല്ലേ ഇരിക്കുന്നത്. ഈ കട കണ്ടപ്പോൾ ഞങ്ങൾ ആ ലോകത്തിലോട്ട് അങ്ങ് പോയിട്ടോ. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നേ. പണ്ടൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന വളയായിരുന്നു ഇത്, ഏത് ഡ്രസ്സിനൊപ്പം കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നും നാട്ടിൽ കിട്ടാനില്ല. പക്ഷേ ഇവിടെയൊക്കെ ഇത് ഭയങ്കര വില കുറവ്, 50 രൂപയുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ റെയിൻ ഡ്രോപ്പ് ബാംഗിൾസ് ഉണ്ടായിരുന്നു, അത് 100 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിലും മീഷോയിലൊക്കെ 200 രൂപേൻ്റെ മേലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ക്ലിപ്സ്, പലതരത്തിലുള്ള മാലകൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടിയിരുന്നതോ ഇപ്പോൾ കിട്ടാത്തതോ ആയി നൊസ്റ്റാൾജിക്കായിട്ട് പല ലേഡീസ് ഓർണമെൻറ്റ്സും അതായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പോഴാണ് എന്തേ ഒന്നും വാങ്ങുന്നില്ലേ? ശരി. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം കഴിച്ചതിൻ്റെ പേര് ഞാൻ പറഞ്ഞു അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ നവീൻ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. നല്ല ബേക്കറി ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ നല്ല ഫുഡായിരുന്നു. നമ്മളവിടെ നിന്ന് കഴിച്ചത് പൂരിയും എന്തോ ചാന മസാലയോ അങ്ങനെ എന്തോ സാധനമായിരുന്നു കേട്ടോ. പിന്നെ മസാലക്കറിയും കഴിച്ചു, നല്ലതായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകാനായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അവിടെ വളം മാത്രം വിൽക്കുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിന്നാണ്, എന്തോ പുതുവൈപ്പോ അങ്ങനെ എന്തോ പേര്. അപ്പം നമ്മൾ അവിടെയും കൂടി വിസിറ്റ് ചെയ്യാതെ പോകുന്നത് മോശമല്ലേ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ ഒരുപാട് ബുക്ക് സ്റ്റോളും വിളക്കിൻ്റെ സ്റ്റാളുകളും ടോയ്സിൻ്റെയും അങ്ങനെ പല ഓർണമെൻറ്റ്സിൻ്റെ സ്റ്റാളുകളും ഉണ്ടായിരുന്നേ. പറയാതിരിക്കാൻ വയ്യ, ഒരുപാട് വളകളുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ ഇൻട്രസ്റ്റിൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഓഫായി. ടട്ടട്ടാൻ കഴിഞ്ഞിട്ടില്ല, പാട്ട് 3 കൂടി ഉണ്ട്. ബായ്.